നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചൊവ്വയുടെ രാശിമാറ്റം ഇടവക്കൂറുകാരെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. ചൊവ്വ ഈ ജൂൺ മാസം 1-ാം തീയതി മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറി വന്നിരിക്കുകയാണ്. ചൊവ്വയുടെ രാശിമാറ്റം മേടക്കൂറുകാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇടവക്കൂറുകാരുടെ ഫലങ്ങളാണ് നോക്കുന്നത്. ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും അടങ്ങിയതാണ്. ഈ കൂറുകാരുടെ 11-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ചൊവ്വയാണ് ഇപ്പോൾ 12-ാം ഭാവത്തിലേക്ക് വരുന്നത്. ചൊവ്വ ഗോചരത്തിൽ ഒരു കൂറിൻ്റെ 5, 9, 12 എന്നീ ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദോഷഫലങ്ങളാണ് കൊടുക്കുന്നത്. കാരണം ഇത് ചൊവ്വയുടെ വേദസ്ഥാനങ്ങളാണ്. 12-ാം ഭാവം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? നിയന്ത്രണമില്ലാത്ത ചിലവുകൾ, ഒരു സ്ഥാനത്ത് നിന്നുമുള്ള വീഴ്ച, സ്ഥാനഭ്രംശം, വികലത, രോഗങ്ങൾ, നഷ്ടങ്ങൾ, ആശുപത്രിവാസം മുതലായവയാണ്. ഇതുപോലെയുള്ള ഫലങ്ങൾ തരുന്ന ഒരു സ്ഥാനത്ത് ഒരു പാപഗ്രഹം വരുമ്പോൾ ആ സ്ഥാനം നശിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും. ഇത് ഒരു സാമാന്യ നിയമമാണ്. എന്നാൽ ഈ ഫലങ്ങൾ ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ ശരിക്കും അനുഭവത്തിൽ വരുമോ? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. ചൊവ്വയെ നമ്മൾ ഉപമിക്കുമ്പോൾ വിശന്ന പുലിയെ പോലെ എന്നാണ് പറയുന്നത്. വിശന്നിരിക്കുന്ന ഒരു വന്യമൃഗത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടാലത്തെ സ്ഥിതി അറിയാമല്ലോ. ഒരു വന്യമൃഗം മനുഷ്യനെ ആക്രമിക്കണമെങ്കിൽ ഒന്നുകിൽ അത് വിശന്നിരിക്കണം, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളാലോ മുറിവുകളാലോ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കണം. അതുമല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്രമിക്കുമോ എന്ന ഒരു ചിന്ത അതിനുണ്ടാകണം. ഇതൊന്നുമല്ലെങ്കിൽ ഒരു വന്യമൃഗവും മനുഷ്യനെ ഉപദ്രവിക്കാറില്ല. ഇപ്പോൾ ചൊവ്വയുടെയും അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. മേടം രാശി ചൊവ്വയുടെ സ്വക്ഷേത്രമാണെന്ന് മാത്രമല്ല മൂലക്ഷേത്രവും കൂടിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ചൊവ്വ ശാന്തനാണ്, സ്വസ്ഥനുമാണ്. ഈ ചൊവ്വ 12-ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നല്ലതേ ചെയ്യൂ. എങ്കിലും കുംഭത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി ചൊവ്വയെ അല്പം അസ്വസ്ഥനാക്കുന്നതാണ്. ശനി 9-ാം ഭാവാധിപനാണ്, ഭാഗ്യാധിപനുമാണ്. എന്നാൽ അഷ്ടമാധിപനും കൂടിയാണ്. ഇടവം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ ഇടവത്തിൽ നിൽക്കുന്ന ശനിയിൽ നിന്നും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും ശനിയുടെ ദൃഷ്ടി അത്ര നന്നല്ല. 12-ാം ഭാവാധിപൻ 12-ൽ തന്നെ നിൽക്കുന്നത് ഒരു വിപരീത രാജയോഗം കൂടിയാണ്. രാജയോഗങ്ങളെന്നും ഗോചരത്തിൽ നോക്കേണ്ട എന്ന് പറയാറുണ്ടെങ്കിലും ചൊവ്വ ശുഭനാണ് എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. 12-ൽ നിന്നുകൊണ്ട് ചൊവ്വ ഈ കൂറുകാരുടെ 3-ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ 3-ാം ഭാവം നമ്മുടെ സഹോദര ഭാവമാണ്. ചൊവ്വ സഹോദരക്കാരകനും കൂടിയാണ്. ഈ സമയം നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും അവരിൽ നിന്നുമൊക്കെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. മാനസികമായും ശാരീരികമായും ഒരു ആരോഗ്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. മുടങ്ങിയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും സാധിക്കുന്നതാണ്. സാഹസികമായ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എടുത്തുചാടി ചില തീരുമാനങ്ങൾ എടുക്കുവാൻ മനസ്സ് വെപ്രാളം കാണിക്കുമെങ്കിലും അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഇപ്പോൾ എടുക്കരുത്. ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഉത്സാഹവും ചുറുചുറുക്കും കാണിക്കുമെങ്കിലും പങ്കാളിയുമായിട്ട് ചില ഉരസലുകളും ഉണ്ടാക്കാം. അപ്രതീക്ഷിതമായ ചില ചിലവുകളും നഷ്ടങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനിടയുണ്ട്. രോഗങ്ങളെ കരുതിയിരിക്കണം. പ്രത്യേകിച്ചും ENT റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും അടിവയർ സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാം. ഈ ഭാഗങ്ങളിൽ ചെറിയ ശസ്ത്രക്രിയകളും വേണ്ടി വന്നേക്കാം. ശനി 10-ലും വ്യാഴം ജന്മക്കൂറിലും സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതായിരിക്കും. ചൊവ്വ പ്രീതിക്കായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉചിതമായ വഴിപാടുകൾ കഴിപ്പിക്കാവുന്നതാണ്. ഇതുകൂടാതെ വ്യാഴപ്രീതിയും ശനിപ്രീതിയും വരുത്തേണ്ടതാകുന്നു. വ്യാഴപ്രീതിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇതിൽ ഏതെങ്കിലും വഴിപാട് കഴിപ്പിക്കാവുന്നതാണ്. ശനിപ്രീതിക്ക് ശാസ്താക്ഷേത്രത്തിൽ എള്ളുവിളക്ക് തെളിയിക്കുകയോ എള്ള് പായസം നിവേദിക്കുകയോ ചെയ്യാവുന്നതാണ്. ആഞ്ജനേയ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ നാരങ്ങ വിളക്ക് കത്തിച്ചാലും മതി. ഈശ്വരാധീനം കുറവായിരിക്കുന്ന സമയമായതിനാൽ വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടും ഒരിക്കലും മുടക്കാൻ പാടില്ല. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദോഷങ്ങൾ നീങ്ങിപ്പോകാൻ ഉത്തമമാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇടവക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതിക്കനുസരിച്ചും ഇപ്പോൾ നടക്കുന്ന ദിശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഇതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.